സംസ്ഥാനത്ത് പനി ബാധിതരുടെ എണ്ണത്തിൽ വർധന. ഡെങ്കിപ്പനി ബാധിച്ച് ചികിത്സ തേടുന്നവരുടെ എണ്ണം കുത്തനെ കൂടുന്നുണ്ട്. ഈ മാസം തുടങ്ങി 2 ആഴ്ച പിന്നിടുമ്പോൾ 3000-ലധികം പേരാണ് ഡെങ്കിപ്പനി ലക്ഷണങ്ങളോടെ ചികിത്സ തേടിയത്. ജാഗ്രത തുടരണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്തൊപ്പം ചേരുന്നു. പ്രശാന്ത്, മഴയാണ്, പലയിടത്തും വെള്ളക്കെട്ടുണ്ട്, അല്ലാതെ തന്നെ പനിയുണ്ട്, പകർച്ചവ്യാധികൾ പടരുന്നു. അങ്ങനെ പനിപ്പിടിയിലോ കേരളം? കൃഷ്ണരാജ്, മഴ കൂടി വന്നതോടുകൂടി പനിബാധിതരുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടാകുന്നതാണ് കണക്കുകൾ, ആരോഗ്യവകുപ്പിന് തന്നെ കണക്കുകളിലൂടെ വ്യക്തമാകുന്നത്. ഡെങ്കിപ്പനി, എലിപ്പനി അടക്കമുള്ള മാരകമായ രോഗങ്ങളും പകർച്ചവ്യാധികളും അടക്കം പടർന്നു പിടിക്കുന്നൊരു സാഹചര്യമുണ്ട്. ചികിത്സ തേടുന്നതിൽ ഏറിയ പങ്ക് ആളുകൾക്കും ഇത്തരത്തിൽ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന അല്ലെങ്കിൽ സ്ഥിരീകരിക്കുന്ന സാഹചര്യമുണ്ട്. 3680 പേരാണ് ഡെങ്കിപ്പനി മൂലം ചികിത്സ തേടിയത്. ഇതിൽ 891 പേർക്ക് സ്ഥിരീകരിക്കുകയും ചെയ്തു. അങ്ങനെ പല തരത്തിലുള്ള രോഗങ്ങൾ, അതായത് ഡെങ്കിപ്പനി ആയാലും ശരി, എലിപ്പനി ആയാലും ശരി, ഇങ്ങനെ പലതരത്തിലുള്ള രോഗങ്ങളും അതോടൊപ്പം തന്നെ വൈറൽ പനി അടക്കമുള്ളവ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ സംസ്ഥാനത്തുള്ളത്. ഈ വൈറൽ പനിയുടെ കാര്യം പറയുകയാണെങ്കിൽ പ്രതിദിന കണക്ക് 80000-ന് മുകളിലേക്ക് കടക്കുന്നൊരു സാഹചര്യമുണ്ട്. ഓരോ ദിവസവും രോഗം പിടിപെടുന്ന അല്ലെങ്കിൽ ചികിത്സ തേടി എത്തുന്നവരുടെ കണക്കാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം 8791 പേരാണ് ഈ വൈറൽ പനിയുമായി ബന്ധപ്പെട്ട ചികിത്സ തേടിയത്. ഇത്തരത്തിൽ പനി പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നിലവിൽ എല്ലായിടങ്ങളിലും ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, പ്രൈമറി ഹെൽത്ത് സെൻ്റർ അടക്കമുള്ള സ്ഥലങ്ങളിൽ ഈ പനി തേടിയെത്തുന്നവർ അല്ലെങ്കിൽ പനി ബാധിതരുടെ എണ്ണത്തിലുണ്ടാകുന്ന വർദ്ധന, ക്യൂ നീണ്ടു നിൽക്കുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ പനി ബാധിച്ചെത്തുന്നവരുടെ എണ്ണവും പനിബാധിതരുടെ എണ്ണത്തിലും വർധനമുണ്ടാകുന്ന സാഹചര്യമാണ് നിലവിൽ സംസ്ഥാനത്തുണ്ടാകുന്നത്. നേരത്തെ തന്നെ മുൻകരുതൽ വേണമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. കാരണം ഇത്തരത്തിൽ മഴ കൂടി വരുന്നതോടുകൂടി വൈറൽ പനി ആയാലും ശരി, ഡെങ്കിപ്പനി ആയാലും ശരി, അത് പടർന്നു പിടിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല എന്ന മുന്നറിയിപ്പ് കൂടി ഉണ്ടായിരുന്നു. എന്നാൽ കാര്യമായ രീതിയിൽ ഇത് ആരോഗ്യവകുപ്പ് ഇതിൽ വേണ്ടത്ര പരിഗണന കാണിച്ചില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. കാരണം ഈ മഴക്കാലപൂർവ്വ ശുചീകരണങ്ങളടക്കം നടത്താത്തതിൽ അതത് നഗരസഭകളും അതോടൊപ്പം തന്നെ പഞ്ചായത്തുകളടക്കം ഗുരുതരമായ വീഴ്ചകൾ വരുത്തിയിരുന്നുണ്ട്. ഈ അടുത്ത സമയത്ത്, അതായത് കാലവർഷം ആരംഭിച്ചതിന് ശേഷം മാത്രമാണ് ഓടകൾ നവീകരിക്കുന്നത്, അതോടൊപ്പം തന്നെ ഫോഗിങ് അടക്കമുള്ളവ നടത്തുന്ന നിലയിലെല്ലാം എത്തിയത് ഈ അടുത്ത സമയത്താണ്. ഇതെല്ലാമാണ് ഇപ്പോൾ ഈ പനി പടർന്നു പിടിക്കുവാനുള്ള കാരണമായിട്ട് വിലയിരുത്തുന്നത്. ആദ്യം തന്നെ തുടക്കത്തിൽ തന്നെ സർക്കാരിൻ്റെയും ആരോഗ്യവകുപ്പിൻ്റെയും വീഴ്ച ഇതിൽ എടുത്തു പറയേണ്ടതാണ്. ഈ മഴക്കാലം കണ്ടുകൊണ്ടുള്ളൊരു മുന്നൊരുക്കങ്ങൾ നടത്തുന്നതിലുണ്ടായൊരു വീഴ്ച കൂടിയാണ് ഇത്തരത്തിൽ രോഗം പടർന്നു പിടിക്കാനുള്ള സാധ്യത എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. പല പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും രോഗികളെ കൊണ്ട് നിറയുന്ന സാഹചര്യമുണ്ട്. ഇത്തരത്തിൽ രോഗം തേടിയെത്തുന്നവരുടെ അതോടൊപ്പം തന്നെ പനി പടർന്നു പിടിക്കുന്ന സാഹചര്യമെല്ലാം ഉണ്ടായിരുന്നു. നേരത്തെ തന്നെ നമ്മൾ പലതവണ റിപ്പോർട്ട് ചെയ്തതാണ് ഈ മഴക്കാലം കൂടിയാണ് വരുന്നത്, ജാഗ്രത പാലിക്കണമെന്നടക്കമുള്ള രീതിയിൽ മുന്നറിയിപ്പുകളും ഉണ്ടായിരുന്നു. അതായത് ഡെങ്കിപ്പനി ആയാലും ശരി, എലിപ്പനി ആയാലും ശരി, മറ്റ് വൈറൽ പനികളും അതോടൊപ്പം തന്നെ വടക്കൻ മേഖലകളിൽ നിപ്പ അടക്കം പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കോളറ 2 മരണങ്ങൾ സംസ്ഥാനത്ത് ഈ കഴിഞ്ഞ 6 മാസത്തിനിടയിൽ സ്ഥിരീകരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഈ പകർച്ചവ്യാധികളും പനികളും മഞ്ഞപ്പിത്തമടക്കം ഉണ്ടാകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ വേണ്ടത്ര കരുതൽ ഇതിൽ ഈ സംസ്ഥാന സർക്കാരോ അല്ലെങ്കിൽ ആരോഗ്യവകുപ്പോ എടുത്തില്ല എന്ന് വേണം മനസ്സിലാക്കുന്നത്. എല്ലാ വർഷവും സമാനമായ നിലയിൽ തന്നെയാണ് അല്ലെങ്കിൽ സമാനമായ സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഈ ഒരു മഴക്കാലമാകുന്നതോടുകൂടി പനിബാധിതരുടെ എണ്ണത്തിൽ വർധന ഉണ്ടാകും. എന്നാൽ വേണ്ടത്ര കരുതലോ മുൻകരുതലോ ഒന്നും എടുക്കാത്തതാണ് ഇത്തരം സ്ഥിതി അല്ലെങ്കിൽ ഇത്തരം അവസ്ഥകൾ അല്ലെങ്കിൽ ഉണ്ടാക്കുവാനുള്ള കാരണമെന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ടുള്ള കണക്കുകളാണ് നമ്മൾ നേരത്തെ പറയുന്നത്. 3000-ന് മുകളിലേക്ക് ഡെങ്കിപ്പനി ബാധിക്കുന്നവരുടെ എണ്ണം, അതായത് ചികിത്സ തേടിയെത്തുന്നവരുടെ എണ്ണം കൂടുന്നു എന്നതും അതോടൊപ്പം തന്നെ ഈ പരിശോധനകളിൽ രോഗം സ്ഥിരീകരിക്കുന്ന എണ്ണത്തിലും വർധനമുണ്ട്. എന്തായാലും ജാഗ്രത കൈവിടാൻ പാടില്ല. മുന്നറിയിപ്പുകൾ അതത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ പോയി പനിയുടെ ലക്ഷണം ഉണ്ടാകുമ്പോൾ തന്നെ ചികിത്സ തേടണം. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട ടെസ്റ്റുകൾ എല്ലാം നേരത്തെ തന്നെ എടുക്കണം. ഈ കോളറ അടക്കമുള്ള രോഗങ്ങൾ പടർന്നു പിടിക്കാനുള്ള സാധ്യതകളുമുണ്ട്. അതുകൊണ്ട് തന്നെ മുൻകരുതൽ ഈ ജനങ്ങൾ എടുക്കണം എന്നൊരു നിർദ്ദേശവും എന്തായാലും ഉണ്ട്. എന്തായാലും ഈ മഴക്കാലങ്ങളിലൂടെ ആയതോടുകൂടിയാണ് ഇത്തരത്തിൽ പകർച്ചപ്പനി പടർന്നു പിടിക്കുന്ന നിലയിലേക്ക് സംസ്ഥാനം എത്തിച്ചേർന്നത്. കൃഷ്ണരാജ്, ശരി. സംസ്ഥാനത്ത് പനി പടരുന്നു. ഡെങ്കിപ്പനി കഴിഞ്ഞ 2 ആഴ്ചയ്ക്കിടെ 3000-ഓളം പേർക്കാണ് ഡെങ്കിപ്പനി ലക്ഷണങ്ങളോടെ ആശുപത്രിയിൽ വരേണ്ടി വന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രശാന്ത് രഘുവംശം.